വിവിധ കലകളുടെ പരിശീലന ക്ലാസുകൾ ഒരുക്കി പ്രണവാഞ്ജലി നൃത്തകലാക്ഷേത്ര കോട്ടയ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. മേഖലയിൽ 35 വർഷത്തെ പരിചയമുള്ള പ്രവീൺ ബാബു കോട്ടയ്ക്കലിന്റെ ശിക്ഷണത്തിലാണ് ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത്. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് എതിർവശത്തായാണ് പ്രണവാഞ്ജലി നൃത്തകലാക്ഷേത്ര ആരംഭിച്ചിരിക്കുന്നത്. കലാമണ്ഡലം സരോജിനി ഭദ്രദീപം കൊളുത്തി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. പറയാനൊന്നും വാക്കുകളില്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്താണ്. എന്തോ പ്രമേയം ഇപ്പോഴുണ്ട്, അതെല്ലാം അത് ദൃക്സാക്ഷിയാണ് ഞാൻ. കാരണം 5ാം ക്ലാസ്സിലോ പ്രമേയനെ പഠിക്കുന്നത് അല്ലേ, 5ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഡാൻസ് തുടങ്ങിയതും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതും. ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് പ്രവീൺ ഈ നിലയ്ക്ക് എത്തിയിട്ടുള്ളത്. നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ഓരോ ദൗത്യവും വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. അതിലിരിക്കുന്ന ദൃക്സാക്ഷികളാണ് അവരൊക്കെ അവിടെ ഇരിക്കുന്ന. പ്രതിഭ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഭാരവാഹികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കാണാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കുടുംബം പ്രവീണിൻ്റെ അമ്മ മാത്രം കാണാൻ ഇല്ലാത്തതുകൊണ്ട് സന്തോഷമുണ്ട്. കാരണം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കോമ്പറ്റീഷന് പോകുമ്പോൾ അന്ന് പ്രവീൺ അനുഭവിച്ച വേദനയൊക്കെ ഇപ്പോഴും എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. ഇത്രയും സാഹസപ്പെട്ടിട്ടുള്ള വേദി പോവാനും അവിടെ എത്തിച്ചേരാനുള്ള ടെൻഷൻസും ഒരു സാമ്പത്തികമായാലും ഒക്കെ ഇത്രയും വിഷമിച്ചിട്ടുള്ള ഒരു കാലങ്ങൾ കടന്നുപോയി. പക്ഷെ ആ പ്രവീൺ എന്നിപ്പോൾ ഫാമിലിയായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു മികച്ച നൃത്ത വിദ്യാലയമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാറിന് ഈ കോട്ടയ്ക്ക് വന്ന ശേഷം ഓരോ ദിവസവും സാറിന് വളർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാറിൻ്റെ ഓരോ വളർച്ചയിലും ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ വരികയും സ്ഥലം വാങ്ങുകയും വീട് വെക്കുകയും ഒക്കെ ചെയ്തത് സാർ അനുദിനം ഓരോ ദിവസവും തോറും ഈ രംഗത്ത് സാറ് അറിയപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. സാറ് വീട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും സാറിനെ പരിചയപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയും, കുട്ടികളെക്കാൾ കൂടുതൽ ക്ഷീണിക്കുന്നത് സാറാണ്. ക്ലാസ് കഴിയുമ്പോൾ കുട്ടിയുടെ ഇരട്ടി ക്ഷീണം ഡാൻസ് മാസ്റ്റർക്കുണ്ട്. അതുപോലെ നൃത്തം കളിച്ച് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരാളാണ് സാർ. വെറുതെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല, കുട്ടിയോടൊപ്പം തന്നെ നൃത്തം ചെയ്യുകയും അത് എത്ര തവണ വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും. അത് സാറിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ക്യാരക്ടർ വെച്ചിട്ട് വെറും ബിസിനസ്സായിട്ടല്ല കലയെ കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ കാണുന്ന ഒരാളല്ല ഞാൻ. പ്രവീൺ മാഷിൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോകുന്നത് എൻ്റെ 3.5 വയസ്സിലാണെന്നാണ് എൻ്റെ അമ്മയും അപ്പയും പറഞ്ഞ എനിക്ക് ഓർമ്മ. സോ 3.5 വയസ്സിലാണ് ഞാൻ മാഷിൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നത്. 3.5 വയസ്സ് മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ +2 ഒരു മൊത്തം 15 വർഷം ഞാൻ മാഷിൻ്റെ കീഴിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ നൃത്തത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് മാഷിൻ്റെയും എൻ്റെ പാരൻസിൻ്റെയും ഒരു ബാക്ക് സൈഡിൽ മാത്രമാണ്. എല്ലാവരും പറയും വീട്ടിൽ നിന്ന് അച്ഛൻ പഠിപ്പിച്ചു തരുമ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട്, പക്ഷെ അച്ഛൻ എല്ലാവരെയും നോക്കണ പോലെ തന്നെ ഞങ്ങളെയും നോക്കിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഇത് അങ്ങനെയൊന്നും ചെയ്തില്ല. എൻ്റെ മകള് സാറിൻ്റെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ മോളിപ്പം പുറത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ വെക്കേഷനിൽ വരുന്ന സമയത്ത് ഓരോ ഐറ്റം പഠിച്ച് അവിടെ പോയിട്ട് അവതരിപ്പിക്കലാണ്. അവൾ ഉസ്ബെക്കിസ്ഥാനിലാണ്. അവിടെ കൂടുതലും കലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ സാറിൻ്റെ അടുത്ത് വരിക, പഠിക്കുക. അതുതന്നെയാണ് എന്നെയും നിർബന്ധിച്ച് സാറിൻ്റെ അടുത്ത് ഒരു സ്റ്റുഡൻ്റ് ആക്കി. ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റാണ്. സരോജിനി ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണിന് ആ ഒരു രീതിയിലാണ് എനിക്ക് ആ ഒരു രൂപം തന്നിട്ടുള്ളത്. അപ്പോൾ ആ ടീച്ചർ കഴിഞ്ഞ വർഷം നമ്മൾ വിളിച്ചു, ടീച്ചർക്ക് വരാൻ പറ്റിയില്ല, പെട്ടെന്ന് അസുഖമായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ടീച്ചർ വന്നു, ഇവിടെ വിളക്ക് കത്തിച്ചു. വലിയ ബ്ലസ്ഡായിട്ട് തോന്നുന്നു, ഭയങ്കര പോസിറ്റീവ് വൈബ് തോന്നുന്നു. പിന്നെ ഒപ്പം ഞങ്ങളുടെ മണി എന്ന് പറഞ്ഞാൽ എനിക്ക് മീനാക്ഷീൻ്റെ പോലെ തന്നെയാണ്. പറയുമ്പോൾ കുറച്ച് ഒരു 4-5 വയസ്സൊക്കെ വ്യത്യാസം ഞാനോളം ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് മീനാക്ഷിയുടെ സ്ഥാനത്താണ് മണി. പക്ഷെ നമ്മുടെ പ്രവീടെ തന്നെ കാൽച്ചുവട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയ്ക്കലിൽ ഇങ്ങനെ ഒരു സ്ഥാപനം, ഇവിടെ ഒത്തിരി ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട്. എന്നാലും ഒരു അധ്യാപകൻ തുടങ്ങുന്ന, അതും നമ്മളിൽ
ഒരാൾ തന്നെ അത് നടത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ സന്തോഷം ഒത്തിരിയാണല്ലോ. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഓട്ടൻതുള്ളൽ, നാടോടി നൃത്തം, കേരള നടനം എന്നിവയാണ് സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത്. ഈ രംഗത്ത് 35 വർഷത്തെ പരിചയമുള്ള പ്രവീൺ ബാബു കോട്ടയ്ക്കലിന്റെ ശിക്ഷണത്തിലാണ് ക്ലാസുകൾ. എന്താണെന്ന് വെച്ചാൽ പണ്ട് എനിക്ക് ഒരു കല്യാണാലോചന വന്നു. ആ കുട്ടി ഇതേപോലെ ഞാൻ പഠിപ്പിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ മാതാപിതാ ഗുരു, അത് ശരിക്കും എൻ്റെ വിശ്വാസം എൻ്റെ മരണം വരെ ഞാൻ അങ്ങനെയാണ്. എത്ര ഇതാണെങ്കിലും ഒരു വിദ്യ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ അത് അവർ അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്ഥാനം തന്നെയാണ് ഈ ഗുരുവിനുള്ളത്. അപ്പോൾ എൻ്റെ പിള്ളേരോടൊക്കെ ഞാൻ ഭയങ്കര നന്നായി ചീത്ത പറഞ്ഞാലും ഞാൻ ചീത്ത പറഞ്ഞു തുടങ്ങി അവർ കരയും. എന്താ വെച്ചാൽ അത്രയും എനിക്കിഷ്ടമാണ്, അവർക്ക് തിരിച്ചു എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പേര് ഞാൻ എന്താ പറയുക, എത്ര കാലം കഴിഞ്ഞാലും ഇപ്പോൾ സുമിത കാനഡയിലാണ്, അവൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പോലും അവൾക്ക് ഇഷ്ടമല്ല. അതിൻ്റെ കുട്ടികളുടെ എൻ്റെ ക്വാളിറ്റി അതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അഹങ്കരിക്കുന്നത് അതുകൊണ്ടാണ്. എൻ്റെ മക്കൾ ഇഷ്ടം പോലെ എൻ്റെ മക്കളുണ്ട്, എല്ലാവരും അങ്ങനെയാണ്. പിന്നെ ഇന്ത്യ ആരെന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് എൻ്റെ മക്കളുടെ കാര്യത്തിൽ. എൻ്റെ 3 മക്കളും അവരും ഒരേപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഡാൻസിൻ്റെ ഒരു ഡ്രസ്സ് എൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചാലും ഞാൻ അത് ആദ്യം ആരാണ് കളിക്കുന്നത് അവർക്കാണ് കൊടുക്കാറ്. അതിൻ്റെ പേരിൽ എൻ്റെ മക്കളെന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അവരുടെ നിന്ന് തിരിച്ചെന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോൾ മക്കൾ ചോദിക്കും എന്നോട്, അച്ഛൻ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ കാണില്ല. പിന്നെ ഈ ഒരു പ്രണമാഞ്ജലി ഉദ്ഘാടനത്തിന് വന്ന് എല്ലാവർക്കും എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഇതേപോലെ പരിപാടിക്ക് പോയി കണ്ടതാണ്. അങ്ങനെ ഒരു പരിപാടിക്കും പോവാതെ എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നീ അങ്ങനെയൊന്നും കണക്കാക്കണ്ട, നീ വിളിച്ചതല്ലേ, ഞാൻ വരുന്നു പറഞ്ഞിട്ട് വന്നതാണ്. കൂടാതെ ഡാൻസുകൾക്കുള്ള കോസ്റ്റ്യൂമുകൾ, ഓർണമെൻറ്റുകൾ എന്നിവ റെൻ്റലായും സ്ഥാപനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രമുഖ നൃത്താധ്യാപികയും ഗായികയുമായ ആരാധിക രാജേഷ് ചടങ്ങിൽ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ ആശംസകളും അറിയിച്ചു. എൻ്റെ പേര് റിൻഷ. ഞാനിവിടെ പ്രണവാഞ്ജലിയിൽ 17 വർഷമായിട്ട് നൃത്തം അഭ്യസിച്ച് വരികയാണ്. പ്രവീൺ മാഷിൻ്റെ കീഴിൽ വളരെ നല്ല ചിട്ടയായ ക്ലാസ്സുകളാണ് നമുക്ക് നൽകുന്നത്. സാറിൻ്റെ വളാഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിക്കുന്നത്. വളരെ നല്ല ക്ലാസ്സുകളാണ് തരുന്നത്. നമുക്ക് ഓരോന്നും പറഞ്ഞും സാറ് കളിച്ച് തന്നിട്ടാണ് നമുക്ക് ഓരോന്നും പഠിപ്പിക്കുന്നത്. ഞാൻ 12 വർഷമായിട്ട് സാറിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കൊല്ലം ആദ്യമായിട്ട് എനിക്ക് സംസ്ഥാന തലത്തിൽ കളിക്കാനായിട്ട് പറ്റി. അതൊക്കെ സാറിൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. നമുക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും സാർ എപ്പോഴും തരാറുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ആര്യ. ഞാനിവിടെ ഒരു 6-7 വർഷമായിട്ട് സാറിൻ്റെ അടുത്ത് നൃത്തം അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലാസ്സാണ്. സാറെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര ചോദിച്ചാലും നമുക്ക് അതൊക്കെ കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് എല്ലാ സ്റ്റെപ്സും കാര്യങ്ങളും നമുക്ക് കളിച്ച് കാണിച്ചു തരികയാണ് ചെയ്യുക. വരുന്ന കുട്ടികളോടാണ് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആണ്. നമുക്ക് ഇപ്പോൾ പഠിച്ച ഒരുപാട് കുട്ടികളായാലും അത് തന്നെയാണ് പറയാനുള്ളത്. നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ നൃത്താവതരണവും നടന്നു. ബിസിനസ് ഡെസ്ക്, മീഡിയ മിഷൻ.